Audio Jungle. Audio Jungle. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 202 ക്വസ്റ്റ്യൻ 3 ആണ്. മൂന്നാമത്തെ ചോദ്യമാണ്. എന്താണ് മക്കളെ മൂന്നാമത്തെ ചോദ്യം പറയുന്നത്? മൂന്നാമത്തെ ചോദ്യം പറയുന്നത് എങ്ങനെയാണ്? ദ സം ഓഫ് ദി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 അപ് ടു വിച്ച് നമ്പർ ഈസ് 300. അതായത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്നാണ് പറയുന്നത് അല്ലേ. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ എന്താ പറയും? എണ്ണൽ സംഖ്യകൾ. എന്താ പറയും? എണ്ണൽ സംഖ്യകൾ എന്ന് പറയും അല്ലേ. അതായത് തുടർച്ചയായ എത്ര ഒന്നു മുതലുള്ള തുടർച്ചയായ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 300, അല്ലെങ്കിൽ ഒന്നു മുതലുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എത്ര നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് 300 എന്നാണ് ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ 2 ചാപ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ പ്രോഗ്രഷനിൽ പഠിച്ചിട്ടുണ്ട്. സമാന്തര ശ്രേണികൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സമാന്തര ശ്രേണികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എടാ അതെങ്ങനെയാ പോളിനോമിയൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, അതാണ് അടുത്ത ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് നോക്കാനുള്ള കാര്യം 1 മുതലുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ എണ്ണിയെടുക്കാം, പക്ഷെ എണ്ണിയെടുത്താൽ മാർക്ക് കിട്ടൂല. കൂട്ടി എടുക്കാം. 1+, 2+, 3+, 4+, അങ്ങനെ എണ്ണിയെടുക്കാം. എണ്ണിയെടുക്കുമ്പം എത്ര സംഖ്യകൾ കൂട്ടുമ്പോൾ 300 കിട്ടുന്നു എന്നുള്ളതാണ് ചോദ്യം. മാർക്ക് കിട്ടൂല. ഒരു 3 മാർക്കിന്റെ ചോദ്യമായിരിക്കും. എന്ത് ചെയ്യും? നമുക്കറിയാം 1 മുതൽ 2, 3, 4 ഇതാണ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ. അതുവരെ n വരെയുള്ള സംഖ്യകൾ. എന്തുകൊണ്ടാണ് n എടുത്തത്? എത്ര സംഖ്യകളാണെന്ന് അറിയത്തില്ല. ഈ സംഖ്യകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാണ് പറയുന്നത്? 300. നമുക്കറിയാം Sn = എന്താണ്? 300. സമ്മ് പറയുന്നത് ഇങ്ങനെയാണ്. സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 2 ഇക്വേഷൻ നമുക്കറിയാം. പറയടാ Sn = n/2 ഇൻറ്റു ചിലർ 2a ആയിരിക്കും, ചിലർ 2f ആയിരിക്കും പഠിച്ചിട്ടുള്ളത്. എന്തായാലും പ്രശ്നമില്ല. 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഞാൻ f കൊടുക്കുകയാണ്, പ്ലസ് n-1 ഇൻറ്റു t. അടുത്തൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. Sn = n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ചിലപ്പോൾ t1 പ്ലസ് t എന്നത് ഇടാം, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ എന്താ മക്കളെ, ഇത് വേണമെങ്കിൽ ആദ്യ പദവും അവസാന പദവും വേണം, ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും വേണം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് എഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ്, എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ചോദ്യചിഹ്നം. എഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ്. എത്രയാടാ ഫസ്റ്റ് ടൈം? 1 ആണ്. ഡി എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് ആണ്. എടാ നാച്ചുറൽ നമ്പർ അല്ലേടാ, 1 മുതലുള്ള നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. ഓക്കേടാ മക്കളെ. Sn എത്രയാണെന്ന് അറിയാം? Sn 300 ആണെന്ന് അറിയാം. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. Sn ന് പകരം 300 n/2 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് n-1 ഇൻറ്റു 1. എന്താ കിട്ടൂടാ മക്കളെ? ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരും? 600 n ഇൻറ്റു 2 പ്ലസ് n-1 എന്ന് വെച്ചാൽ എന്തിനാണ്? n-1 തന്നെയാണ്. 600 n അല്ലെ. n ഇൻറ്റു 2-1 എത്ര കിട്ടൂടാ? 1 പ്ലസ് n കിട്ടും. ഇനി നമ്മൾ നോക്കിയടാ, 600 n പ്ലസ് എന്താണ്? n². നമ്മൾ എന്തായിടാ? അതിന് ഏകദേശം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരണമെങ്കിൽ നമുക്ക് എന്താ വേണം? സമത്തിന്റെ ഈക്വൽ സൈഡിന്റെ അപ്പുറത്തെ സൈഡ് 0 വരണം. ഞാൻ ഈ 600 കൊണ്ടുവരിക. സോ എന്താണ്? n² പ്ലസ് n ഈ പ്ലസ് 600 ഇവിടെ വരുമ്പോൾ എന്താണ്? -600 = 0. ചില കൂട്ടുകാരന്മാര് പറയാം, ചില ചങ്ങാതിമാര് പറയാം, എന്റെ പൊന്ന് ചേട്ടാ അല്ലെങ്കിൽ സാറേ ഈ പറഞ്ഞ പല ഡയലോഗ് എന്താ പറയും? നമ്മളിത് n അല്ലേ, നമ്മൾ സാറിന് x അല്ലേ, എക്സിന്റെ ടൈമിൽ വരുന്നില്ലേടാ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നിൽ വരാം, എയിൽ വരാം, എക്സിന് വരെ എന്ത് വേരിയബിൾസ് വേണമെങ്കിലും വരും, ഒരു പ്രശ്നവുമില്ല. നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒന്നിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വേണം? -600 വേണം. ഒന്നുകിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -600 വേണം, അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ +1 വേണം. 2 രീതിയിൽ ചെയ്യും. ഞാൻ 2 രീതിയിൽ ചെയ്തിടാം. അതായത് നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വേണം? -600. അതായത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ വേണോടാ? അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ +1 വരണം. സംഖ്യകൾ ഓൾറെഡി ഞാനങ്ങ് പറയുകയാണ്. സംഖ്യകൾ എന്ന് പറഞ്ഞാൽ +1 വരാൻ നേരത്ത് +25ഉം -24ഉം ആണ്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് -600 കിട്ടും, കൂട്ടുമ്പോൾ എന്തും കിട്ടും? +1 കിട്ടും. സോ എഴുതുകയാണ് n-25 ഇൻറ്റു n +
എൻ ഓക്കെ ഓക്കെ എൻ മൈനസ് 25 ഇൻറ്റു നിൽക്കണ ചെറിയൊരു സംഭവമുണ്ട്. ഓക്കെ ഓക്കെ എൻ പ്ലസ് 25 ഞാൻ എൻ മൈനസ് ആണ് പറയുന്നത്, സോറി കേട്ടോ, ഇൻറ്റു എൻ മൈനസ് 24 ഈസിക്കൽ ടു 0. അതിന്റെ മീനിങ് എന്താണ്? എൻ പ്ലസ് 25 ഈസിക്കൽ ടു 0 ഓർ എന്താണ് മക്കളെ എൻ മൈനസ് 24 ഈസിക്കൽ ടു 0. അതിന്റെ അർത്ഥം എന്നിന്റെ വില എത്ര കിട്ടി? -25 കിട്ടും. ഇവിടെ എന്താ കിട്ടും? എൻ ഈസിക്കൽ ടു പ്ലസ് 24 കിട്ടും. എടാ ഞാനൊന്ന് ചോദിച്ചോട്ടെ എടാ നമ്മളെ ചോദ്യം എന്താണ്? തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എന്നല്ലേടാ പറഞ്ഞത്, എത്ര മുതലുള്ള ഇടാം? മൈനസ് അവിടെ പറയുന്നുണ്ടോ? ഇവിടെ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം 1 മുതലാണ് അല്ലെ, 1 മുതലുള്ള എണ്ണൽ സംഖ്യകളാണ്, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആണ്. എടാ നാച്ചുറൽ നമ്പർ എടുക്കുമ്പോൾ മൈനസ് എടുക്കൂടാ, പ്ലസ് എടുക്കൂടാ, പ്ലസ് എടുക്കും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാടാ? n ഈക്വൽ ടു 24 ആണ് ആൻസർ. n ഈക്വൽ 24. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ഇത് നമുക്ക് ചിലവർ പറയാം നമുക്ക് ഇക്വേഷൻ ചെയ്യണോ? വേണം, ചെയ്യാം. അപ്പൊ എക്സിന് പകരം n ഈക്വൽ ടു മൈനസ് ബി പറഞ്ഞോടാ ഇക്വേഷൻ, റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ എന്താണ്? 2a. ഓക്കെ, എയും ബിയും നമ്മൾ സിയും ആദ്യം എടുത്ത് എഴുതണം അല്ലെ, ഇക്വേഷൻ വരാൻ നേരത്ത് എ എന്തിരിക്കൂടാ ഇവിടെ സൈഡിലോട്ട് എഴുതിയാണ്. a ഈക്വൽ n സ്ക്വയർ 1, b ഈക്വൽ എന്താണ്? b ഈക്വൽ ടു 1 ആണ്. ഓക്കെ, a ഈക്വൽ നോക്കടാ, a ഈക്വൽ ടു n സ്ക്വയർ, b ഈക്വൽ ടു 1, c ഈക്വൽ എന്താ കിട്ടും? -600. നോക്കിക്കോ, -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 സ്ക്വയർ 1, 4 ഇൻറ്റു എ ഇൻറ്റു 1, സി എത്രയാ? -600. ഓക്കെ ആണോ മക്കളെ? ഇൻറ്റു 2 ഇൻറ്റു എന്താണ്? 1 ആണ്. 2 ഇൻറ്റു എന്താണ്? 1 ആണ്. 2 ഇൻറ്റു ഇനി നോക്കുക നിങ്ങൾ n ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് ഇവിടെ എന്താ വരും? ഇത് പ്ലസ് പ്ലസ് മൈനസ് ആവും, പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 4 ഇൻറ്റു 600 എത്ര കിട്ടൂടാ? 2400. അപ്പൊ എന്താ കിട്ടും? 1 പ്ലസ് 2400 ഡിവൈഡ് ബൈ എത്ര? 2. അപ്പൊ നമുക്ക് എന്താ എഴുതാം? n ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2401 ഡിവൈഡ് ബൈ 2. എന്താണ് ആ റൂട്ട് 2401? റൂട്ട് എത്രയാടാ? 2401 റൂട്ട് 49 ആണ്. സോ നമുക്ക് എന്താ എഴുതാൻ പറ്റും? n ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് 49 ബൈ 2 എന്ന് വെച്ചാൽ എന്താണ്? n ഈക്വൽ ടു -1 മൈനസ് 49 ബൈ 2 ഓർ -1 പ്ലസ് 49 ബൈ 2. ഇതെന്താ കിട്ടും? n ഈക്വൽ ടു -50 ബൈ 2 ഓർ n ഈക്വൽ ടു പ്ലസ് 48 ബൈ 2. എന്താ കിട്ടും? n ഈക്വൽ ടു -25 കിട്ടും, n ഈക്വൽ ടു പ്ലസ് 24 കിട്ടും. നമ്മൾ ഏതെടുക്കൂടെ അതിനകത്ത്? നമ്മൾ പ്ലസ് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് തന്നെ 24 എടുക്കും. ഓക്കെ ഓക്കെ അല്ലേ? സെറ്റ് ആവണം മക്കളെ. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം നമ്പർ 4 ഒന്ന് ശ്രദ്ധിക്കാം. ഒരു അടിപൊളി ചോദ്യമാണ്. ഏകദേശം മിക്കതൊക്കെ അടിപൊളിയാണ്. എന്നാൽ അടിപൊളിയാവുന്ന ചോദ്യങ്ങളുണ്ടോ? അടിപൊളി ഉണ്ടെങ്കിൽ അടിപൊളിയാവുന്ന ചോദ്യങ്ങളുണ്ട്. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? at what points does the graph of the polynomial x square minus 2x minus 1 cross the x-axis? ഒരു പൊളി ചോദ്യം. x square minus 2x minus 1 അല്ലേ? ഏത് പോയിന്റിലാണ് ഈ പോളിനോമിയൽ എക്സ് ആക്സിസ് ക്രോസ് ചെയ്യുന്നതാണ്, എക്സ് അക്ഷം മറികടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇനി അത് എക്സിന്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് y ആക്സിലെ വില 0 ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് എക്സിന്റെ വില കാണാൻ അറിയാം അല്ലേ? ഒന്നുകിൽ നമ്മൾ ആ പറഞ്ഞ മെത്തേഡിൽ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വേണം? -1 വേണം. ആഡ് ചെയ്യുമ്പോൾ എന്താ വേണം? ഇവിടെ ആഡ് ചെയ്യുമ്പോൾ -2 വേണം അല്ലെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 വേണം, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണം? -2 വേണം, -2 വേണം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചില നമ്പേഴ്സിൽ നമ്മൾ കിട്ടുന്ന വാല്യൂസ് പോയിന്റ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അതുകൊണ്ട് ഒരുപാട് നേരം അങ്ങനെ പരിശ്രമിക്കേണ്ട. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇവിടെ a ഈക്വൽ എന്താണ്? 1 ആണ്, b ഈക്വൽ ടു -2 ആണ്, c ഈക്വൽ ടു -1 ആണ്. ഓക്കേടാ, ഞാൻ എക്സ് അല്ലേ പറഞ്ഞേക്കുന്ന? എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് പറയടാ മക്കളെ റൂട്ട് b സ്ക്വയർ മൈനസ് 4ac ബൈ എന്താണ്? 2a. ഇക്വേഷൻ അങ്ങ് അടിപൊളി നല്ല വെള്ളക്കെ അക്ഷരത്തിൽ എഴുതി അങ്ങ് സെറ്റ് ആക്കി വെച്ചേക്കണം. എടാ മൈനസ് ബി എത്രയാടാ ഇവിടെ വരുന്നത്? ബി എന്ന് വെച്ചാൽ -2 -2
പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് 2 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തോണം മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി എത്രടാ -1 ഓക്കെ ഇൻറ്റു എന്താണ് 2 ഇൻറ്റു 1 ആണ് എടാ മൈനസ് മൈനസ് പ്ലസ് ആ എക്സ് കൊടുത്തോണേ +2 പ്ലസ് ഓർ മൈനസ് എടാ എന്താണ് -2 ഇൻറ്റു സ്ക്വയർ 4 മൈനസ് മൈനസ് പ്ലസ് 4 എന്താ വരുടാ 2 വരും എടാ ഇതെന്താ വരും +2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 8/2 ടിസ്റ്റ് ഒന്നും ഇല്ലതിൽ റൂട്ട് 8 ഉണ്ടോ റൂട്ട് 8 പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല നമുക്കറിയാം റൂട്ട് 9 ആണെങ്കിൽ നമുക്ക് എത്ര എഴുതായിരുന്നു 3 എഴുതാമായിരുന്നു ഇപ്പൊ റൂട്ട് 8 ആണ് വന്നത് നമ്മൾ അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം വേണമെങ്കിൽ ഇതിപ്പം എനിക്ക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ട് ഇങ്ങനെ ചെയ്യുക എക്സ് ഈസിക്കൽ എന്താണ് ഈ പറഞ്ഞ കണക്ക് 2 പ്ലസ് റൂട്ട് 8/2 അതൊരു വാല്യൂ ആണ് ഓർ 2 മൈനസ് റൂട്ട് 8/2 എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുക്കാം എക്സിന് പകരം 2 പ്ലസ് റൂട്ട് 8/2 0 അതാണ് ഒരു പോയിന്റ് എക്സ് ആക്സിസ് ക്രോസ് ചെയ്യുന്ന ഒരു പോയിന്റ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻഡ് എന്താണ് 2 മൈനസ് റൂട്ട് 8 എന്താണ് /2 എന്താണ് y ആക്സിൽ 0 കൊടുക്കുക പക്ഷെ നമ്മൾ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ 2 സ്റ്റെപ്പും കൂടെ ചെയ്താൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും വലിയ കാര്യമില്ല എന്താണ് 2 റൂട്ട് 8 പ്ലസ് ഓർ മൈനസ് ഞാൻ 4 ഇൻറ്റു 2 എന്ന് എഴുതിയ റൂട്ട് ആണല്ലേ /2 എടാ നോക്കടാ ഈസിക്കൽ ടു 2 പ്ലസ് ഈ 4 റൂട്ട് 2 എങ്ങനെ എഴുതാൻ പറ്റും 2 റൂട്ട് 2 എന്ന് എഴുതും 4ന്റെ സ്ക്വയർ ആയിട്ട് 2 4 സ്ക്വയർ റൂട്ട് 2 പുറത്തെടുത്തു റൂട്ട് 2 അകത്തോട്ട് ബൈ എന്താണ് 2 ആണ് ഞാൻ 2 കോമൺ എടുക്കുക അപ്പൊ എന്താ വരും 1 പ്ലസ് റൂട്ട് 2/2 വരും ഈ 2 കൊണ്ട് ക്യാൻസൽ ആയിപ്പോ അപ്പൊ എന്താ കിട്ടണം മക്കളെ 1 പ്ലസ് റൂട്ട് 2 എടാ എന്താണ് 1 പ്ലസ് റൂട്ട് 2ന്റെ വില എക്സ് ഈസിക്കൽ ടു 1 പ്ലസ് 1.414 അപ്പൊ എത്ര കിട്ടും എക്സ് ഈസിക്കൽ ടു 2.41 എടുക്കാം അല്ലെ നമ്മൾ റൂട്ട് 2ന്റെ വില നമുക്ക് അറിയാം ഇതൊക്കെ അത്ര 1.41 അല്ല 1.14 ആണ് കേട്ടോ 1.14 ഓക്കെ സോറി 1.14 നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് എന്താണ് ഈ വില ഇട്ട് കൊടുക്കുക സോ പോയിന്റ്സ് ഒരു വില കിട്ടിയിട്ടുണ്ട് ഇതേ കണക്ക് നമുക്ക് ഇതിന്റെ മൈനസ് കിട്ടും ഓർ 1 മൈനസ് 1.14 അപ്പൊ എത്ര കിട്ടും എക്സ് ഈസിക്കൽ എന്തായാലും കിട്ടും എക്സിന് ഒരു വിലയും കിട്ടി ഇവിടെ എക്സ് ഈസിക്കൽ ടു എന്താ കിട്ടും 0.4 കിട്ടും മൈനസ് സോ നമ്മൾ പോയിന്റ്സ് ആർ എന്ന് കൊടുത്തിട്ട് എന്താ കൊടുക്കണം 2.14, 0 ആൻഡ് എന്താ കൊടുക്കണം -0.4, 0 ഇങ്ങനെ കൊടുത്താലും കിട്ടും നമ്മളപ്പം നിങ്ങൾ ഇത്രത്തോളം എഴുതി ബുദ്ധിമുട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുക അതായാലും മതി അതേ കണക്കുള്ള 3 ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്താണ് മക്കളെ 2x² മൈനസ് 7x മൈനസ് 1 2x² മൈനസ് 7x മൈനസ് 1 ഈ ഒരു ചോദ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ x² സ്ഥാനത്തെ വില 2 ആണ് ഈ x² സ്ഥാനത്തിന്റെ വില 2 ആണെങ്കിൽ നമുക്ക് ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആഡ് ചെയ്യുമ്പോൾ -1 അങ്ങനെ ചെയ്യാൻ കഴിയില്ല നമ്മൾ എങ്ങനെ വേണം ചെയ്യാൻ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കണം a = 2 ആണ് b = -7 ആണ് c = -1 ആണ് നമുക്കറിയാം x എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ എല്ലാ സ്റ്റെപ്പിലും ഇക്വേഷൻ എഴുതുന്നത് പരീക്ഷകൾ എഴുതുമ്പോൾ നിങ്ങൾ ചോദ്യ പേപ്പറിൽ അല്ലെങ്കിൽ ആൻസർ പേപ്പറിൽ എന്താ ചെയ്യണം ഈ ഇക്വേഷൻ അതേപോലെ എഴുതി വെച്ചേക്കണം പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac ബൈ എന്താടാ 2a നോക്കേടാ -b മൈനസ് ഇൻറ്റു മൈനസ് ബിയുടെ വില എത്രയാടാ -7 ആണ് പ്ലസ് ഓർ മൈനസ് റൂട്ട് b² എന്ന് വെച്ചാൽ -7ന്റെ സ്ക്വയർ മൈനസ് എന്താണ് 4 ഇൻറ്റു എയുടെ വില എത്ര 2 ഇൻറ്റു മൈനസ് 1ന്റെ വില എത്ര -1 ആണ് ബൈ എന്താണ് 2a 2aയുടെ വില എത്രയാണ് 2 ആണ് ഇത് എത്ര ആവും ഇത് +7 ആവും പ്ലസ് ഓർ മൈനസ് റൂട്ട് എത്ര വരും -7ന്റെ സ്ക്വയർ 49 ആണ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് 8 ഡിവൈഡ് ബൈ 8 വരും എന്താ കിട്ടും 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് 57 ഇപ്പൊ എത്ര കിട്ടൂടാ 8 കിട്ടും 8 അല്ല 4 കിട്ടും 2 × 2 എത്രയാണ് 4 കിട്ടും സോറി കേട്ടോ 4 കിട്ടും നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല വേണമെങ്കിൽ നമുക്ക് 57 ആവുന്നില്ല 57 പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും ഇല്ല നമ്മളിപ്പോൾ എക്സിന്റെ വില കിട്ടി 2 വാല്യൂസ് ഇങ്ങനെ അങ്ങ് എഴുതുക എന്താണ് x = 7 പ്ലസ് റൂട്ട് 57/4 കോമ എന്താണ് 7 മൈനസ് റൂട്ട് 57/4 വേണമെങ്കിൽ പോയിന്റ്സ് എന്ന് എഴുതിയിട്ട് എങ്ങനെ എഴുതാം
പോയിന്റ്സ് എന്തൊക്കെയാണ്? എക്സിന്റെ വില 7+√57/4 കോമ എന്താണ്? 0 അല്ലെ. അതിനെന്താ കൊടുക്കാം? 7-√57 എന്താണ്? 4 കോമ 0. ഇതാണ് പോയിന്റ്സ്. അപ്പൊ ചോദിക്കാം, അയ്യോ ഇത്രയൊക്കെ ഒരു പെർഫെക്റ്റ് നമ്പർ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കും. ഒരു പ്രശ്നവുമില്ല. ക്വസ്റ്റ്യൻ്റെ ഇത് വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അവിടെ സ്റ്റോപ്പ് ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. വേറെ നമ്മൾ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ രണ്ടാമതായി പരാമർശിച്ചിരിക്കുന്ന ഉപചോദ്യം എന്താണ് മക്കളെ? ആ ഉപചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: 2x² + 7x - 1. ഏകദേശം നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. 2x² + 7x - 1 അല്ലെ. 2x² + 7x - 1 ആണ്. എയുടെ വില എത്രയാണ്? എയുടെ വില 2 ആണ്. ബിയുടെ വില +7 ആണ്. സിയുടെ വില -1 ആണ്. എഴുതുക. x = -b ± എഴുതിക്കോ. b² - 4ac എന്താണ്? 2a ആണ്. എന്താണ് മൈനസ് കൊടുക്കുക? ബിയുടെ വില മൈനസ് കൊടുക്കുക. ബിയുടെ വില 7 ആണ്. ഓക്കെ, ബിയുടെ വില 7 ആണ്. മൈനസ് കൊടുക്കുക, 7 കൊടുക്കുക. +or - b² പകരം 7ന്റെ സ്ക്വയർ ഒറ്റയടിക്ക് എഴുതിയാണ് 49 -4 × എക്ക് വരെ 2 1ന് വരെ എന്ത് കൊടുക്കുക? സിയുടെ വില എന്താണ്? -1 ആണ്. 2a 2 × എയുടെ വില 2 ആണ്. 4 ആണ്. എന്താ കൊടുക്കാം? -7 +or -√49 പ്ലസ് ആണ് × 8 എന്താ വരൂടാ? 4 വരും. അപ്പൊ എന്താ കിട്ടും നമുക്ക്? x = -7 + or -√57 അല്ലെ. 57/4. വല്ല കാര്യമുണ്ടോ? സോ നമുക്ക് പോയിന്റ്സ് എന്ത് കഴിഞ്ഞ് എഴുതാം? പോയിന്റ്സ് ഏതൊക്കെയാണ്? -7 + 57/4 കോമ എന്താണ്? 0. എന്നിട്ട് പിന്നെ ഒരു പോയിന്റ്സ് എന്താ എഴുതാം? -7 - √57 ആണ് കേട്ടോ. √57/4 കോമ 0. കൊള്ളാല്ലേ? എല്ലാ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ കുറച്ച് ഇവിടെ കൊണ്ടൊക്കെ നിർത്തായിരുന്നു അല്ലേ. ഇത് ചെയ്തെടുക്കാൻ ഇത് നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ചില ചോദ്യങ്ങൾ അവസാനം വരെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഈ ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും വരെ നിങ്ങൾ ചെയ്ത് വെക്കുക. നിങ്ങൾ അറിഞ്ഞൂടാ എന്ന് വെച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. എന്താണ് സി ക്വസ്റ്റ്യൻ? എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? എന്താണ്? 9x² + 12x + 4 അല്ലെ. ഇത് ഇച്ചിരി നല്ല ചോദ്യമാണോ എന്ന് ചോദിക്കുന്നു. എന്താണ് സി ക്വസ്റ്റ്യൻ? 9x² + 12x + 4. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമ്മൾ നോക്കിയാണ് കേട്ടോ. ഇവിടെ =0 കൂടെ ഉണ്ട്, ടെക്സ്റ്റിൽ കൊടുത്തില്ല എന്നുള്ളൂ. ഓക്കെ, നമ്മൾ a = എന്താണ്? 9, b = എന്താണ്? 12, c = 4. ഞാൻ ഒറ്റയടിക്ക് എഴുതിയാണ്. x = -b -bക്ക് വരെ 12 +or - അറിഞ്ഞൂടാത്തവർ ആ ഇക്വേഷൻ മുമ്പുള്ള ചോദ്യങ്ങൾ നോക്കി ചെയ്യണം. +or - b² 12 സ്ക്വയർ 144 -4 × a എത്രയാണ്? 9. c എത്രയാണ്? 4/2a ആണ്. 2 × 9 18. അപ്പൊ എന്താ കിട്ടും? -12 +or - എന്താ വരും? 144. എന്താ കിട്ടൂടാ? 36 × 4. 36 × 4 അടിപൊളി സംഭവമാണ്. നല്ല സെറ്റ് സംഭവമാണ് അല്ലേടാ. 36 × 4 എത്ര കിട്ടും? 144 തന്നെ കിട്ടും. 144 തന്നെയാണ് അവിടെ വരുന്നത്. സോ 144. അയ്യോ ടെൻഷനായി. 2 144 വന്നു. എന്ത് ചെയ്യും? ഇതൊക്കെ 0 ആയി ഒരു കാര്യമില്ല. അപ്പൊ -12 എന്താ വരും? -12 +or - 0 എത്ര കിട്ടും? 18. അയ്യോ ട്വിസ്റ്റ് ആണല്ലോ. എല്ലാവരും പറയണ ട്വിസ്റ്റ് ആണല്ലോ. ഒരു കുഴപ്പമില്ല. നമ്മള് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. b² - 4ac അല്ലെ. b² - 4ac അല്ലെങ്കിൽ ഡിസ്ക്രിമിനന്റ് എന്ന് പറയും. ഡിസ്ക്രിമിനന്റ് അല്ലെങ്കിൽ വിവേചകം എന്ന് പറയും. ഇതിന്റെ വില 0 ആണെങ്കിൽ എക്സിന് എത്ര വിലയെ കാണൂ? 1 വിലയെ കാണൂ അല്ലെ. ഒരു വില മാത്രമേ കാണത്തുള്ളൂ. 1 വാല്യൂ അല്ലെ. 1 വാല്യൂ മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ നമുക്ക് x² - b² - 4ac 0 ആയിപ്പോയി. നമുക്ക് എന്താ കിട്ടും? x = -12/18. നമുക്ക് എന്താ കൊണ്ട് വെട്ടാം? വെട്ടി ചെറുതാക്കാൻ പറ്റും അല്ലെ. 6 കൊണ്ട് വെട്ടാം അല്ലെ. 6 കൊണ്ട് വെട്ടുമ്പോൾ -2/3 കിട്ടും. അപ്പൊ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? പോയിന്റ്സ് എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. പോയിന്റ് എന്ന് പറഞ്ഞാൽ -2/3, 0 ഇതാണ്. ഓക്കെ.